രാഷ്ട്രീയപരമായിട്ട് ഒരാളെ സമീപിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരിലും രാഷ്ട്രീയമുണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരാളെ സമീപിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ തുറന്ന് എതിർക്കുകയും തുറന്ന് അദ്ദേഹത്തെ ശ്ലാഘിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരാളോട് രാഷ്ട്രീയ വിയോജിപ്പ് ഉണ്ടായി എന്നതിനർത്ഥം അയാൾ മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ അയാളെ നമ്മൾ അകറ്റി നിർത്തുന്നോ എന്നല്ലല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയ നയങ്ങളോട് പലതരത്തിലുള്ള വിയോജിപ്പുകൾ അന്നും ഇന്നും പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു ബ്യൂറോക്രാറ്റ് എന്ന രീതിയിലും ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിലും ഒരു മനുഷ്യൻ എന്ന രീതിയിലും അദ്ദേഹം വളരെ പ്രശംസനീയമായ വളരെ ബഹുമാന്യനായ ഒരാളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ളതാവട്ടെ, മാധ്യമങ്ങളോടുള്ളതാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാവട്ടെ, അദ്ദേഹം നടത്തി പോന്നിട്ടുള്ള ഒരു ജനാധിപത്യ മര്യാദ അത് നമുക്കെല്ലാവർക്കും ആദരണീയമാണ്, മാതൃകാപരമാണ്. എപ്പോഴും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഈ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നിന്നിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി എന്ന ഒരു പദവി അലങ്കരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയോ ഒരു മതവിഭാഗത്തിനെതിരെയോ ഒരു ജാതി വിഭാഗത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വംശത്തിനെതിരെയോ വർഗത്തിനെതിരെയോ ഒന്നും ഒരു തരത്തിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനുകളും നടത്തിയതായി അല്ലെങ്കിൽ അത്തരം ക്യാമ്പയിനുകളുടെ ഭാഗമായി നിന്നതായി ഒരിക്കലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നും ഒരു സാമ്പത്തിക രീതിയിൽ ഒരു സാമ്പത്തിക കണ്ണിലൂടെ ഒരു എക്കണോമിക്സിൻ്റെ കണ്ണിലൂടെ വളരെ ഫാക്ച്വലായി നമ്മുടെ ഭരണരംഗത്തെ കണ്ട ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റേതായ എല്ലാ മെച്ചങ്ങളും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലും ഒരു ഭരണകർത്താവ് എന്ന രീതിയിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്.